ഉച്ചക്ക് മീൻ പൊരിച്ച് ചോറ് കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പപ്പടം കൂടെ, അല്ലെങ്കിൽ ഒരു രണ്ടാം കറി കൂടെ ചോറിനുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ചോറ് മുടങ്ങാതിരിക്കുക എന്നുള്ളായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുമ്പോഴുള്ള ലഹരി. ഇന്ന് ആ ഗതി എൻ്റെ മക്കൾക്കുണ്ടാവരുതെന്ന് എന്നെ പോലെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊന്നും മക്കളെ അറിയിക്കാതെ, നിങ്ങൾ പണ്ടൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ബാപ്പമാരുടെ പോക്കറ്റിന്റെ വലിപ്പം നോക്കണം. ആ സാധു എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമുക്കൊരു കാര്യം സാധിച്ചു തരേണ്ടതെന്നുള്ള ആ ഓർത്തിട്ട് പല ആഗ്രഹങ്ങളും പറയാതെ പോയ മക്കളുടെ കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ എൻ്റെ മക്കളൊരു കാര്യം ആഗ്രഹിക്കുന്നത് മനസ്സിൽ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ബർത്ത്ഡേ വരുമ്പോൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേ ഒന്നല്ല, അവരിങ്ങനെ ഒരു ആഗ്രഹം അവരുടെ ഉമ്മമാരടുത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്ത് ആവർത്തിച്ച് ആ ആഗ്രഹത്തെ കാണുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സാധിച്ച് ഡെയിലി ചിക്കൻ കറി കൂട്ടിയിട്ട് ഡെയിലി സ്കൂൾ കൊണ്ടുപോകുമ്പം മികച്ച ഭക്ഷണം കൊണ്ടുപോകാൻ കഴിയുന്നു, മികച്ച ഉടുപ്പിടാൻ കഴിയുന്നു, നല്ല പാഠപുസ്തകങ്ങൾ കിട്ടുന്നു, നല്ല ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. വിശപ്പറിയുന്നില്ല, അതുകൊണ്ട് നിങ്ങളെ പട്ടിണി കിടന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം തികഞ്ഞു കഴിയുമ്പോൾ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നിടത്തിലാണ് ഇതൊന്നും അല്ലാത്തൊരു സുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ലഹരി മാഫിയകള് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ തേടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ പോയ കാലത്ത് ലഹരി പദാർത്ഥങ്ങളൊന്നും ഇല്ലായിട്ടല്ല. രണ്ടാമത്തെ എനിക്കൊരു ഈ സദസ്സിലുള്ളവരെങ്കിലും പാലിച്ചാൽ നല്ലത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മദ്യം ഇപ്പൊ വിശ്വാസപരമായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തിൽ മതത്തിൽ മദ്യം ഹറാമാണ്.